ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് വളരെ സാധാരണയാണ്. ഇന്ത്യയിലെ ഏതാണ്ട് 70% ആൾക്കാരെയും ഇത് ബാധിക്കുന്നുണ്ട്. മിക്കവരും ബി പിക്ക് മരുന്ന് കഴിക്കുന്നവരുമാണ്. അങ്ങനെ ബി പിക്ക് മരുന്ന് കഴിക്കുന്നവർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, ബി പി നോർമൽ ആയാൽ നമുക്ക് മരുന്ന് നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അങ്ങനെ പെട്ടെന്ന് മരുന്ന് നിർത്താൻ പാടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ബി പി നോർമൽ ആയാലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നമ്മൾ നിർത്തരുത്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ ജീവിത അവസാനം വരെ നമ്മൾ കഴിക്കേണ്ടി വരും. ബി പി മരുന്ന് നമ്മൾ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ബി പി പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനുള്ള കാരണമായേക്കാം. അതായത് നമുക്ക് മരുന്ന് ചികിത്സിക്കുന്നതിന് മുമ്പുള്ള ബി പിയേക്കാളും ഇരട്ടി ബി പി മരുന്ന് നിർത്തിയാൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ റീബൗണ്ട് ഹൈപ്പർ ടെൻഷൻ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. അങ്ങനെ ബി പി അധികമായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിനോ കാരണമാകാം, സ്ട്രോക്കിന് കാരണമാകാം, മറ്റു പല രോഗങ്ങൾക്കും കാരണമാകാം. അതുകൊണ്ട് ബി പിയുടെ മരുന്ന് സാധാരണഗതിയിൽ നമുക്ക് നിർത്താൻ പറ്റുകയില്ല. ബി പി നോർമൽ ആയാൽ പോലും നമ്മൾ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. ഏതാണ്ട് 1% ആൾക്കാർക്ക് മാത്രം മരുന്ന് ചിലപ്പോൾ നിർത്താൻ പറ്റും. അത് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്ന് നിർത്താവുള്ളൂ. അങ്ങനെ മരുന്ന് നിർത്തുകയാണെങ്കിൽ കൂടെ നമ്മൾ ബി പി നോക്കി ബി പി കൂടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബി പിയുടെ മരുന്ന് നമ്മൾ ഒരു നേരം പോലും നിർത്തരുത് എന്നാണ് ഡോക്ടർമാർ പറയാറുള്ളത്. ഉദാഹരണമായിട്ട് രാവിലെ 9 AM അതുപോലെ തന്നെ വൈകിട്ട് 9 PM മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. വൈകിട്ടത്തെ ഗുളിക 9 PM ഗുളിക അയാൾ കഴിച്ചില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ ചിലപ്പോൾ അയാളുടെ ബി പി കൂടാൻ സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ ബി പി ഏറ്റവും കൂടുന്നത് രാവിലത്തെ സമയത്താണ്. രാവിലത്തെ സമയത്ത് അങ്ങനെ ബി പി കൂടിയിരിക്കുമ്പോഴാണ് പലപ്പോഴും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുന്നത്. അതുകൊണ്ട് വൈകിട്ടത്തെ മരുന്ന് 9 PM തന്നെ നമ്മൾ കഴിക്കണം. 9 PM കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ സമയത്ത് തന്നെ നമ്മൾ ബി പി മരുന്നുകൾ കൃത്യമായിട്ടും കഴിക്കണം. 24 hours നമ്മുടെ ബി പി നമ്മൾക്ക് നിയന്ത്രിച്ച് നിർത്തണം. അല്ലാതെ 2 നേരം കഴിക്കേണ്ട ഗുളിക നമ്മൾ ഒരു നേരം കഴിക്കുമ്പോൾ 24 മണിക്കൂറും നമ്മുടെ ബി പി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അത് ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. പിന്നെ ഈ ഗുളിക കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക, നമ്മുടെ സ്ട്രെസ്സിൻ്റെ ലെവല് കുറയ്ക്കുക, അതുപോലെ തന്നെ നമ്മൾ ദിവസവും വ്യായാമം ചെയ്യുക, നമ്മൾ ദിവസവും 8 മണിക്കൂർ ഉറങ്ങുക തുടങ്ങിയ കാര്യങ്ങളും വളരെ പ്രധാനമാണ്.